നെപ്പോളിയൻ 1769 കോർസിക്കയിൽ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ചു. പ്രായപൂർത്തിയാകാത്ത നെപ്പോളിയനെ 10-ാം വയസ്സിൽ സൈനിക സ്കൂളിൽ ചേർത്തു. സമൂഹത്തിലെ അദ്ദേഹത്തിന്റെ സ്ഥാനം കണക്കിലെടുക്കുമ്പോൾ ഫ്രഞ്ച് വിപ്ലവം വലിയ സാമൂഹിക മാറ്റം കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ഒരിക്കലും സൈന്യത്തിൽ ക്യാപ്റ്റനേക്കാൾ ഉയരില്ലായിരുന്നു. 28-ാം വയസ്സിൽ നെപ്പോളിയൻ ബ്രിഗേഡിയർ ജനറലായി ഉയർന്നു. ഇറ്റലിയുടെ സൈന്യത്തിന്റെ തലവനായി. 1798-ൽ നെപ്പോളിയൻ ഈജിപ്തിൽ ഒരു സൈനിക കാമ്പയിൻ ആരംഭിച്ചു. ബ്രിട്ടീഷുകാർക്ക് ഈജിപ്ത് നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയ നെപ്പോളിയൻ തന്റെ സൈന്യത്തെ ഉപേക്ഷിച്ച് 1799-ൽ ഫ്രാൻസിലേക്ക് മടങ്ങി. സർക്കാരിനെ അട്ടിമറിക്കാനുള്ള അട്ടിമറിയിൽ അദ്ദേഹം പങ്കാളിയായി. നെപ്പോളിയൻ അദ്ദേഹത്തോടൊപ്പം സൃഷ്ടിച്ച ഒരു സർക്കാരാണ് യഥാർത്ഥത്തിൽ ഉയർന്നുവന്നത്. ആദ്യത്തെ കോൺസൽ എന്ന നിലയിൽ നെപ്പോളിയൻ വിദ്യാഭ്യാസവും നിയമവും പരിഷ്കരിച്ചു. നെപ്പോളിയൻ കോഡ് സൃഷ്ടിച്ചു. അത് മതസ്വാതന്ത്ര്യം അനുവദിക്കുകയും ഉന്നതകുലജാത ജനത്തിനുള്ള പ്രത്യേകാവകാശങ്ങൾ നിഷേധിക്കുകയും ചെയ്തു. വിപ്ലവത്തിന്റെ ഫലമായി യൂറോപ്പിലെ മറ്റ് ശക്തികൾ നെപ്പോളിയനെ പുച്ഛിച്ചു തള്ളി. നെപ്പോളിയന് ഉയരം കുറവായിരുന്നുവെന്ന് പലരും കരുതുന്നത്. അവൻ യഥാർത്ഥത്തിൽ ശരാശരി ഉയരത്തിൽ ആയിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാർ ചെറിയ രൂപമായി തോന്നിപ്പിക്കാൻ കഴിയുന്നത്രയും നെപ്പോളിയനെ കളിയാക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് നെപ്പോളിയന്റെ വലിപ്പത്തെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന പലതും ബ്രിട്ടീഷ് പ്രചാരണത്തിൽ നിന്നാണ്. 1704-ൽ നെപ്പോളിയൻ എയ്റ്റ്സ് യുദ്ധത്തിൽ വിജയിച്ചു. 1705-ൽ അത് അദ്ദേഹത്തെ സൈനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ കമാൻഡർമാരിൽ ഒരാളായി ഉറപ്പിച്ചു. യുദ്ധത്തിൽ റഷ്യക്കാർ തണുത്തുറഞ്ഞ കുളത്തിലൂടെ ഓടിപ്പോകുകയായിരുന്നു. നെപ്പോളിയൻ തന്റെ പീരങ്കികൾ ഉപയോഗിച്ച് കുളത്തെ ലക്ഷ്യമാക്കി റഷ്യൻ സൈനികരെ മുക്കി അവിടെ മരവിപ്പിച്ചു. അദ്ദേഹത്തിന്റെ മരണവർഷത്തിൽ 1812-ൽ നെപ്പോളിയൻ ഒരു റഷ്യൻ പ്രചാരണം ആരംഭിച്ചു. അത് വിനാശകരമാണെന്ന് റഷ്യയിൽ നിന്ന് പിൻവാങ്ങാൻ അദ്ദേഹം നിർബന്ധിതനായി. ആ പിൻവാങ്ങലിൽ തണുപ്പ്, പട്ടിണി, രോഗം, റഷ്യൻ ആക്രമണങ്ങൾ എന്നിവയുടെ അനന്തരഫലമായി അദ്ദേഹത്തിന് സൈന്യത്തിന്റെ വലിയൊരു ഭാഗം നഷ്ടപ്പെട്ടു. നെപ്പോളിയൻ മാർച്ച് 30-ാം തീയതി 1814-ൽ കീഴടങ്ങി എൽബ ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടു. ഒരു വർഷത്തിനുശേഷം ബോണപാർട്ട് രക്ഷപ്പെട്ട് ഫ്രാൻസ് ഭരിക്കാൻ മടങ്ങി. അടുത്ത വർഷം വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയൻ വിനാശകരമായ തോൽവി ഏറ്റുവാങ്ങി. ബോണപാർട്ടിനെ സെന്റ് ഹെലേന ദ്വീപിലേക്ക് നാടുകടത്തി. അവിടെ അദ്ദേഹം തന്റെ ശേഷിക്കുന്ന ദിവസങ്ങൾ ചെലവഴിച്ചു. 1821 മെയ് 5-ന് 51-ാം വയസ്സിൽ നെപ്പോളിയൻ മരിച്ചു. ഒരു യുദ്ധക്കുറ്റവാളിയായി നാം നെപ്പോളിയനെ ഓർക്കണം. ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക പ്രതിഭകളിൽ ഒരാളായി നെപ്പോളിയനെ നാം ഓർക്കും.